ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. പക്ഷെ വീഡിയോ നാളെയാണ് വരുള്ളൂ. അതെ, ഈസ്റ്റർ കഴിഞ്ഞിട്ട് വീഡിയോ വരുള്ളൂ. ഇത് കാട്ടാളന്റെ കോലൊക്കെ ആയിരുന്നു കേട്ടോ, എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു ലെവല് കോലൊക്കെ ആക്കി കൊണ്ടുവന്നൊക്കെയാണ് കേട്ടോ, വളരെ കഷ്ടപ്പെട്ട്. ഇനി നമ്മുടെ എല്ലാ വീഡിയോയിലും കണ്ടിരുന്നു സുഹൃത്ത് ഇന്ന് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി വരുമോ ഇല്ലയോന്നൊന്നും അറിയില്ല അല്ലേ? അറിയില്ല, വരുമോ ഇല്ലയോന്നും അറിയില്ല. ഫാമിലിനെയും കൂട്ടി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടെ എന്താ തിന്നുന്നേ? അതെന്താ സാധനം? ഈ പ്രാവശ്യം ആൻസിക്ക് ഭയങ്കര അമർഷാട്ടോ. പോമോഗ്രാനേറ്റ്. ആൻസിക്ക് ഭയങ്കര അമർഷാട്ടോ. എന്താ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ആൻസിനെ അടുക്കളയിൽ കയറ്റുന്നില്ല എന്നുള്ള പരാതിയാണ് ആൻസി. വയ്യാത്തോണ്ടാണ്. അകത്തൊക്കെ എന്താ പരിപാടി നമുക്ക് നോക്കാം കേട്ടോ. ഒരു ടീം ഇവിടെ അകത്ത് കിടക്കുവാണേ. ടീമിന് ഇതിനൊന്നും കഴിയില്ല, അതിന് ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കുക. എന്താണ് പരിപാടി? ഫോൺ കാണാനല്ലേ? ഫോൺ കാണാടാ. എന്നോട് ഫോൺ കാണാമെന്ന് പറയുന്നതാണ് കേട്ടോ. ഇവരിവിടെ അടുക്കളയിൽ ഇവരെന്തൊക്കെയോ പരിപാടികളിലാണേ. ഇന്നെന്താടോ സ്പെഷ്യല്? എന്താ സ്പെഷ്യല്? ബീഫുണ്ട്, മീനുണ്ട്, അച്ചാറുണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ എന്നും കുക്കിംഗ് വീഡിയോസ് തന്നെ കാണിക്കുന്നത് എല്ലാവരും പരാതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നുള്ളൂ. ഇവിടെ എന്താ പെണ്ണു പരിപാടി? സ്പെഷ്യൽ സാലഡ്. ഇതെന്താ? അത് ഫ്രഷ് ജ്യൂസിനുള്ള മാങ്ങ, പച്ചമാങ്ങ ജ്യൂസാണ്. മിന്റും ഇഞ്ചിയും പച്ചമാങ്ങ. ഞാനെല്ലാം കുടിക്കാനും കഴിക്കാനുമായിട്ടിരിക്കും. തൈര് ഒഴിക്കുന്നില്ല? തൈര് ലാസ്റ്റ്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റാണ് തൈര് ഒഴിക്കുക. കഴിക്കുന്നതിന് തൊട്ടുമില്ല. നിങ്ങളൊക്കെ അങ്ങനെയാ? അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ അവിടെ അങ്ങനെയാ? ഞങ്ങളൊക്കെ അവിടെ അങ്ങനെയാ. അമ്മ അവിടെ അടിച്ചു വരലാണ് കേട്ടോ. ബാക്കി എല്ലാവരും പപ്പയ്ക്ക് മാളൂസ് പപ്പയ്ക്ക് ആരും കാണാനില്ല. അവരെല്ലാരും മാളൂസ് ഉറങ്ങാൻ പോയി തോന്നുന്നു. നെയ്ച്ചോറ്. ഇന്ന് കുക്കിംഗ് വീഡിയോ, എല്ലാ പ്രാവശ്യം കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് കേട്ടോ നിങ്ങളിന്ന് കുക്കിംഗ് വീഡിയോ കാണിക്കാത്ത. ചിക്കൻ കറിയൊക്കെ റെഡിയായോ? ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയായി, സർലാസ് റെഡിയായി. ഇപ്പം മോരൊഴിച്ചോളോ? കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒഴിക്കുള്ളൂ എന്ന് നേരത്തെ പറയുന്നത് കേട്ടായിരുന്നു. ഇതെന്തിനാ? ഓ, നെയ്ച്ചോറ് വെച്ചോ? ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. വയ്യ, നാട് കടന്നു വന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ നെയ്ച്ചോറിൽ കിടക്കുന്നത് കേട്ടോ. വേറെ ലെവലാണ്. നമ്മൾ എല്ലാ ദിവസവും കുക്കിംഗ് കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചായിട്ട് കാണിക്കുന്നത് കേട്ടോ. കുക്കിംഗ് കാണിച്ച് എല്ലാവരും ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്. ശരി. പിന്നെ ഇവിടെ അടുത്തെന്താ പരിപാടി? ഓ, നെയ്ച്ചോറിന് വലിയ പുക ഇടുകയാണോ? പുകയല്ല, എന്താ ഇടുക? കണ്ണിലിടുക. ഇവിടെ ജ്യൂസ് ആയോ? ജ്യൂസ് റെഡിയായി. ഇത് എന്തൊക്കെയാണ്? മാങ്ങയും ഇതിവിടെ മൊത്തത്തിലൊരു പുകമയം. അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതിന്റെ ആയിരിക്കും അല്ലേ? ഇതിലെല്ലാം അപ്പൊ കരിച്ചിട്ടോ? അല്ലെങ്കിൽ നമ്മളെ അടുക്കള കയറി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ഒരു ലെവലാവുമല്ലോ. വാരിയിടും. അത് ശരിയാ. അപ്പൊ അത് എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയും കൂടി വെച്ചിട്ട് ഇറങ്ങണം. അങ്ങനെ ഒരു ചടങ്ങും കൂടി ഉണ്ട്. ഉണ്ട്. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഓടില്ല, അതും കൂടി ചെയ്യണം കേട്ടോ. ഇത് ഇടുന്നത് എന്തിനാ? അല്ല, ഇത് എന്തിനാ ഇടുന്നത്? വെള്ളം വലിയാനോ? ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ബീഫ് ഇവിടെ ആയിക്കൊണ്ടിരിക്കട്ടോ. ബീഫ് ചേട്ടൻ്റെ വകയാണ്. എന്താ? അതൊന്നും കുഴപ്പമില്ല. അപ്പം ഇനി ബീഫും കൂടി ആയാ. മോസസ് എന്താ വരാത്തേ അല്ലേ? അവനും കൂടി വന്നിട്ട് എന്താ ഇവിടെ എന്താ പ്രശ്നം? ഫ്രിഡ്ജിൻ്റെ അകത്ത് മുട്ടായാണ് ഇരിക്കണേ. അപ്പം അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. ഈ കിടക്കണ വണ്ടി എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ കളിക്കാനാ? എന്ത് മാളുസേ? പാട്ടോ? ഓ, പാട്ടിട്ട് കൊടുക്കാൻ. ശ്രീലങ്കൻ പാട്ടിടാം. എങ്ങനെയുണ്ട് നെയ്ച്ചോറ്? എങ്ങനെയുണ്ട്? ആ പട്ടയാ നെയ്ച്ചോറിലിട്ടേക്കുന്നത്. എങ്ങനെയുണ്ട്?
ഞാൻ ഉണ്ടാക്കിയ ചോറാ, കൊള്ളാവോ? പരാജയമുണ്ട്. സഹിച്ചോ, വേറെ വഴിയില്ല. അന്നമ്മ ചോറ് എങ്ങനെയുണ്ട്? അത്രയങ്ങ് പോരാതെ. ബീഫും ചിക്കനൊക്കെ ജിസ്നേട്ടൻ്റെ ഒക്കെയാണ്, ചോറ് ഞാൻ ഉണ്ടാക്കിയതാ. അതെ എന്താടി എന്താ മാളൂസേ എന്താ ഒരു മൈൻഡ് ഇല്ലാണ്ട് ഇങ്ങനെ ഹായ് പറ. ആ അങ്ങനെ മോസസ് എല്ലാം പോയി. ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം എല്ലാം ഒരുമാതിരി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വേറെ ആരെയും വിളിച്ചില്ല, നമ്മുടെ മോസസിനെയും വൈഫിനെയും കൊച്ചിനെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ആൻസീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ. കൊച്ചി നല്ല ഉറക്കാട്ടോ, ഉറക്കത്തിൽ റെഡിയാക്കി. എടി കുഞ്ഞാറ്റെ ഇങ്ങോട്ട് നോക്കിയടി. അയ്യേ വായിൽ കൈയിടല്ലേ, നാണക്കേട്. ഉറങ്ങിയിട്ടില്ല. പോവാ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ല. എന്നാ പോവാ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ലേറ്റ് ആയി ഞങ്ങൾ ഓൾറെഡി. അങ്ങനെ വീടെത്തിട്ടോ. ഇതാണ് എന്റെ വീട്. ഈ വഴിയൊക്കെ ഒന്ന് ടാറിടാൻ പറ കേട്ടോ. അതെ, ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് പാതിരാത്രി കേട്ടോ, ലേറ്റായി. ഇതാണ് എന്റെ വീട്. ഇവിടെ സത്യം പറഞ്ഞാൽ ആരുമില്ല. കാരണം പപ്പ പറഞ്ഞായിരുന്നല്ലോ, പപ്പന്റെ ചേട്ടന്റെ വീട് ഇവിടെ അടുത്താട്ടോ. അവരങ്ങോട്ട് പോകുന്നു പറഞ്ഞിരുന്നു. താക്കോലൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളടുത്ത് വന്നേക്കാനാ പറഞ്ഞു കേട്ടോ. 16 കേട്ടോ മൈലേജ്. 16 പോരാ. എന്തായാലും നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കാം നമുക്ക്. ആൻസി സ്ഥിതി കണ്ടിട്ട് നമ്മൾ പെട്ട പോലെ ഉണ്ട്. നിനക്കറിയാം ചാവി എവിടെ ഇരിക്കുന്നതെന്ന്? ചവിട്ടീൻ്റെ അടിയിൽ നോക്കാം. സാധാരണ ചവിട്ടീൻ്റെ അടിയിലാണ് ആൾക്കാർ വെക്കല്. വാ വാ ചക്കര വാ. അപ്പൊ എടുക്കണോ ആണോ? പപ്പായ എടുത്താലേ വരുള്ളൂ. വിരളം ചപ്പി എന്ന് പറഞ്ഞാൽ 4 വയസ്സായ പെണ്ണാണ് ഈ വിരൽ വെക്കുന്നത്. നാണല്ലല്ലോ കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, ചെടിച്ചട്ടീൻ്റെ അവിടെ ഉണ്ടോ നോക്കാം. ചെടിച്ചട്ടീൻ്റെ മേളിലൊന്നും ഇല്ലല്ലോ. ചവിട്ടി നിർത്തപ്പാ. ബെസ്റ്റ് ഇല്ല, വെറുതെ തുറന്നു നോക്ക്. ചുമ്മാ തുറന്നു നോക്കി ചിലപ്പോൾ കൂട്ടാണ്ടാ പോയേക്കുന്നേ. നമ്മൾ വരുന്ന അറിയാമായിരുന്നല്ലോ. ഓ ശരി സാറി വീട്ടിൽ ചെന്ന് തോന്നു കേട്ടോ. അതെ, അടുക്കളയിലേക്ക് വേണം. ഏത് പെണ്ണാടി? ഇവിടെ കുഞ്ഞു പെണ്ണുങ്ങളൊന്നും ഇല്ല, ഇവിടെ വലിയ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ബിരിയാണി, പകുതി ബിരിയാണി, ഞങ്ങളുടെ പകുതി ബിരിയാണി കേട്ടോ. ഞങ്ങളുടെ ബാക്കിയാണ്. ഇവിടെ എന്താ ഇതെന്താടേ? പന്നി, കോഴി വറുത്തത് കുഞ്ഞാറ്റിൻ്റെ സ്പെഷ്യലാട്ടോ. ഇതെന്താ ഇവിടെ? ഇതെന്താ കേട്ടേ? ചിക്കൻ കറിയാന്ന് തോന്നുന്നു. പോത്താ. ഇവിടെ എന്താ? ഇതാണ് പോത്തുപാത്രം. എനിക്കറിയാം കേട്ടോ എൻ്റെ പോത്തുപാത്രം ഏതാന്നൊക്കെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോത്തുപാത്രം. ഇവര് ഞങ്ങളെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എന്താ ഓ ഇതാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്. ഇതെൻ്റെ കിച്ചൺ, ഞങ്ങളുടെ കിച്ചൺ. ബേക്കിലേക്ക് ഒരു ചാർത്താണുള്ളത്. ബേക്കിലേക്ക് ചാർത്ത് കേട്ടോ. ആണോ? ഇത് ബേക്കിലേക്ക് ഒരു ചാർത്ത്. പിന്നെ ഇതിൻ്റെ താഴെയാണ് ഞങ്ങളുടെ വീട്ടിലെ തൊഴുത്തല്ല, ഞങ്ങളെ ഫുഡ് തരുന്ന ആൾക്കാരുള്ളത്. ഞങ്ങൾക്ക് ഫുഡ് തരുന്ന ആൾക്കാരാണുള്ളവർ. തൊഴുത്ത് കേട്ടോ. ഇതിൻ്റെ അനിയൻ്റെ മുറി. ഇതുണ്ടോ, ഇതിൻ്റെ അനിയൻ വരച്ച പടം കേട്ടോ. ഇതുണ്ടോ, ഇതെൻ്റെ അനിയൻ വരച്ച പടമാണേ. അതുപോലെ അവൻ്റെ റൂമിലുണ്ട് കേട്ടോ. ഇത് അവൻ്റെ റൂമാണ്. ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഈ ഫോട്ടോയ്ക്ക് ഒരു കഥയുണ്ട്. എൻ്റെ കസിന് ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്ക് ബുള്ളറ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ബുള്ളറ്റ് വാങ്ങിയതാണ്. ഇതിൻ്റെ അടിയിൽ ഇവിടെ കുറച്ച് പെയിൻ്റ് അടിച്ച പോലെ, മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വപ്നം എന്ന്. എന്നിട്ട് 1 വർഷം തികയുന്നതിന് മുന്നേ അവൻ പണിയെടുത്ത് അത് വാങ്ങിയിട്ടോ. ഇത് വേറൊരു അന്നത്തെ ഒരു ഇഷ്ടം. ഈ ബുൾജറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് വരച്ച പടമാണ് കേട്ടോ ഇത്. ഞാനും വരയ്ക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇതവിടെ ഇതൊരു പട്ടാളക്കാരൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെയും കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റഡ് അല്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് യുദ്ധം തുടങ്ങാം. ഫുഡൊക്കെ കഴിക്കാം. അതെ, ഇത് എൻ്റെ മുറി, ഇതെൻ്റെ ചേട്ടൻ്റെ മുറി, ഇത് പപ്പയുടെ അമ്മയുടെ മുറി. ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ മുറി എനിക്ക് അങ്ങനെ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ പറയാൻ തന്നെ ഇഷ്ടമല്ല.
പപ്പയുടെ മുറി എൻ്റെ മുറി അത് ആ മുറി ഈ മുറി എന്നൊന്നും പറയാം. ഞാനിവിടെ വരുന്ന ഈ മുറിയിൽ ആ മുറിയിലൊക്കെ ആയിട്ട് കിടക്കാം കേട്ടോ. ഓക്കേ. എന്താ കുഞ്ഞാറ്റെ? സൂപ്പറാണോ ചോദിക്കുക എല്ലാവരോടും. ചെരുപ്പ് അങ്ങനെ ആട്ടല്ലേ? സൂപ്പറാണോ ചോദിക്കേ. അതിട്ടോ എല്ലാരും ഉടുപ്പ് സൂപ്പറാണോ ചോദിക്കണം. കുഞ്ഞാറ്റ ഇത് ചേരുന്നുണ്ടോ എല്ലാവരും ഒന്ന് ഏറ്റവും കുഞ്ഞാറ്റെ. കുഞ്ഞാറ്റ ഈസ്റ്റർ ഉടുപ്പാണ്. കുഞ്ഞാറ്റൻ്റെ ഉടുപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സൂപ്പറാണോ എന്ന് ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം. മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മോസസ് വന്ന് അവർ പോയത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ലേറ്റ് ആയി പോയി. അവരും ലേറ്റ് ആയി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ധൃതി എല്ലാം കൂടി ആയിട്ട് കശപിശിയായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും അവർ കുറെ നേരം അതിൽ കൂടെ നടന്നിട്ടൊക്കെയാണ് പോയത്. അതൊക്കെ ഞങ്ങള് ഡാമിന്റെ അവിടെയൊക്കെ പോയി. അതൊക്കെ മറന്നു. ഇവര് മാത്രം പോയിട്ടോ. ഞാനും സുരഭിയും കൊച്ചുങ്ങളൊന്നും പോയില്ല. ചേട്ടായി മോസസും ചേട്ടായിന്റെ ചേട്ടനും കൂടി ആയിട്ട് ഇവര് 3 പേരും കൂടി പോയി. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷം. അപ്പൊ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ചെറിയൊരു വീഡിയോ, ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കുഞ്ഞൊരു വീഡിയോ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നോണം വരെ